ടെക് ലോകത്തു നിന്നുള്ള വാർത്തകളിലേക്ക്. നവി മുംബൈ എയർപോർട്ട് മെയ് മാസത്തിൽ പ്രവർത്തനം ആരംഭിക്കും. അദാനി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലുള്ള വിമാനത്താവളം രാജ്യത്തിന്റെ വികസനത്തിൽ വലിയ പങ്കുവഹിക്കുമെന്നാണ് പ്രതീക്ഷ. പുതിയ വിമാനത്താവളം വരുന്നതോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർലൈനായ ഇൻഡിഗോ അതിന്റെ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗം ഇങ്ങോട്ട് മാറ്റും. ടാറ്റ ഗ്രൂപ്പിന്റെ ചെലവ് കുറഞ്ഞ വിമാന കമ്പനിയായ എയർ ഇന്ത്യ എക്സ്പ്രസും ചെറിയ എതിരാളികളായ സ്പൈസ് ജെറ്റും ആകാശയും എല്ലാ പ്രവർത്തനങ്ങളും മാറ്റിസ്ഥാപിക്കാനുള്ള ചർച്ചയിലാണെന്നാണ് റിപ്പോർട്ടുകൾ. എയർ ഇന്ത്യ ലിമിറ്റഡിന്റെ ഫുൾ സർവീസ് കാരിയർ ഇപ്പോൾ നിലവിലുള്ള വിമാനത്താവളത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നത് തുടരും. എന്നാൽ നവി മുംബൈയിലേക്ക് കൂടുതൽ ആഭ്യന്തര പ്രവർത്തനങ്ങൾ മാറ്റും. അദാനി ഗ്രൂപ്പിന്റെ $2.1 ബില്യൺ പുതിയ വിമാനത്താവളം വികസനത്തിലെ ഒരു സുപ്രധാന ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റാണ്. ഇത് വ്യോമയാന തടസ്സങ്ങൾ കുറയ്ക്കാനും ദുബായ്, ലണ്ടൻ അല്ലെങ്കിൽ സിംഗപ്പൂർ പോലെയുള്ള ഒരു അന്താരാഷ്ട്ര ട്രാൻസിറ്റ് ഹബ്ബ് സൃഷ്ടിക്കാനും ലക്ഷ്യമിടുന്നു. വ്യോമയാന ഇതര വരുമാന സ്രോതസ്സുകൾ വർദ്ധിപ്പിക്കുന്നതിനായി പുതിയ വിമാനത്താവളത്തിന് ചുറ്റും ഒരു എയ്റോ സിറ്റി നിർമ്മിക്കാനും പദ്ധതിയുണ്ട്. 4 ടെർമിനലുകളുള്ള വിമാനത്താവളത്തിൽ ആദ്യം തുറക്കുക ടെർമിനൽ 1 ആയിരിക്കും. ആഭ്യന്തര രാജ്യാന്തര വിമാന സർവീസുകൾക്കായാണ് 3 ടെർമിനലുകൾ. 4ാമത്തെ ടെർമിനൽ കാർഗോ സർവീസുകൾക്കും സ്വകാര്യ വിമാനങ്ങൾക്കും വേണ്ടിയാണ്. വിമാനത്താവളത്തിൽ അദാനി എയർപോർട്ട് ഹോൾഡിംഗ്സിന് 74%, സിഡ്കോയ്ക്ക് 26% ഓഹരി പങ്കാളിത്തമാണുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പരിപാടികൾ കാണാൻ ആളില്ല. ഡിസ്നിയിൽ പിരിച്ചുവിടൽ, 6% ജോലികൾ വെട്ടിക്കുറച്ചു. ABC ന്യൂസ് ഗ്രൂപ്പിലെയും ഡിസ്നി എന്റർടൈൻമെന്റ് നെറ്റ്വർക്കുകളിലെയും മൊത്തം ജീവനക്കാരിൽ ഏകദേശം 6% കുറയ്ക്കാനാണ് ഡിസ്നി പദ്ധതിയിടുന്നതെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. പ്രേക്ഷകർ കുറയുന്നത് മൂലം ബുദ്ധിമുട്ടുകയാണ് ഡിസ്നി എന്നാണ് വിവരം. 2 യൂണിറ്റുകളിലായി 200 ജീവനക്കാരെയാകും പിരിച്ചുവിടുക. പ്രധാനമായും ABC ന്യൂസിനെയാണ് ഇത് ബാധിക്കുകയെന്നാണ് സൂചന. 20/20, നൈറ്റ് ലൈൻ എന്നിവ ഉൾപ്പെടെയുള്ള ചില ABC ഷോകൾ ഒരു യൂണിറ്റായി ഏകീകരിക്കും. കൂടാതെ വാർത്താശേഖരണത്തിനായി ഡിജിറ്റൽ എഡിറ്റോറിയൽ, സോഷ്യൽ ടീമുകളെ ഒന്നിപ്പിക്കും. കേബിൾ TV പ്രേക്ഷകർ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലേക്ക് ചുവടുമാറ്റുന്നതാണ് ഡിസ്നി അടക്കമുള്ളവയുടെ വിനോദ പരിപാടികൾക്ക് ഇടിവുണ്ടാക്കുന്നത്. അതേസമയം ഒക്ടോബർ-ഡിസംബർ പാദത്തിൽ ഓഹരി അടിസ്ഥാനമാക്കിയുള്ള വരുമാനത്തിൽ 44% വർധനവ് ഡിസ്നി റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലെൻസ്കാർട്ടിനെ ആഗോള ബ്രാൻഡാക്കി മാറ്റാൻ ശ്രമിക്കുമെന്ന സ്ഥാപകനും സിഇഒയുമായ പീയൂഷ് ബൻസാൽ. IPOയ്ക്കായുള്ള ചർച്ചകൾ നടക്കുന്നതായും ബൻസാൽ. IPOയെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും കമ്പനി പ്രാഥമികമായി വളർച്ചയിലും ഉപഭോക്താക്കളുമായുള്ള സ്ഥിരത നിലനിർത്തുന്നതിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ലെൻസ്കാർട്ട് CEO പീയൂഷ് ബൻസാൽ പറഞ്ഞു. 2010 ഫരീദാബാദിലാണ് ലെൻസ്കാർട്ട് ആരംഭിച്ചത്. വിപണി സാഹചര്യങ്ങൾക്കനുസൃതമായി മെയ് മാസത്തിൽ ഡ്രാഫ്റ്റ് IPO പേപ്പറുകൾ സമർപ്പിക്കാൻ ലക്ഷ്യമിട്ട് ലെൻസ്കാർട്ട് ഈ വർഷം ലിസ്റ്റിംഗിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. IPO ഒരു സുപ്രധാന നാഴികക്കല്ലാണെങ്കിലും അന്തിമ ലക്ഷ്യമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പൊതുജനങ്ങളിലേക്ക് പോകുന്നത് ഒരു നല്ല നാഴികക്കല്ലായിരിക്കാം, പക്ഷേ അത് ലക്ഷ്യമല്ല. ഇന്ത്യയിലായാലും ആഗോള തലത്തിലായാലും സ്ഥിരമായി വിതരണം ചെയ്യുന്ന ഒരു ബ്രാൻഡ് നിർമ്മിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ലെൻസ്കാർട്ട് ഒരു ഓൺലൈൻ കണ്ണട റീറ്റെയിലറിൽ നിന്ന് ഏഷ്യയിലെ പ്രമുഖ കണ്ണട കമ്പനികളിലൊന്നായി അതിവേഗം വളർന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എഞ്ചിനീയറിംഗ് മേഖലയിൽ കൂടുതൽ അവസരങ്ങളുമായി AI സ്റ്റാർട്ടപ്പുകൾ. പ്രതിവർഷം 40 ലക്ഷം മുതൽ 1.5 കോടി രൂപ വരെ ശമ്പളമാണ് പല കമ്പനികളും വാഗ്ദാനം ചെയ്യുന്നത്. ഉയർന്ന ശമ്പളം, സ്റ്റോക്ക് ഓപ്ഷനുകൾ, സൗകര്യപ്രദമായ ജോലി സമയം എന്നിവ വാഗ്ദാനം ചെയ്യുന്ന ഇന്ത്യയിലെ AI സ്റ്റാർട്ടപ്പുകൾ നിയമനങ്ങളുടെ തിരക്കിലാണ്. സർക്കാർ പിന്തുണയും ആഗോള മത്സരവും കാരണം AI പ്രതിഭകൾക്കുള്ള ആവശ്യം വർദ്ധിച്ചുവരികയാണ്. നിയമന മാനദണ്ഡങ്ങൾ പുനർനിർമ്മിക്കുകയും ദ്രുതഗതിയിലുള്ള നിയമന വളർച്ചയ്ക്ക് ആക്കം കൂട്ടുകയും ചെയ്യുന്നതാണ് കമ്പനികളുടെ ഈ നീക്കം. എഞ്ചിനീയർമാർക്ക് പ്രതിവർഷം 40 ലക്ഷം മുതൽ 1.5 കോടി രൂപ വരെ ശമ്പളം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് ഓപ്ഷനും ഫ്ലെക്സിബിൾ വർക്ക് അറേഞ്ച്മെന്റുകളുമാണ് പല കമ്പനികളും എഞ്ചിനീയർമാരെയും ഗവേഷകരെയും നിയമിക്കുന്നത്. പ്രതിമാസം 1 ലക്ഷം രൂപ ഇന്റേൺഷിപ്പ് സ്റ്റൈഫൻഡുകളും പ്രതിവർഷം 80 ലക്ഷം രൂപ വരെ മുഴുവൻ സമയ ശമ്പളവും വാഗ്ദാനം ചെയ്യുന്നു. പഠിച്ച കോളേജ് പ്രശ്നമല്ല, റെസ്യൂമെകൾ ആവശ്യമില്ലാതെയാണ് പല കമ്പനികളും തുടക്കക്കാരെ പോലും നിയമിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആമസോൺ AI റീസണിംഗ് മോഡൽ ജൂണിൽ അവതരിപ്പിക്കുമെന്ന റിപ്പോർട്ട്. സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് പുതിയ AI മോഡൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 2024 ഡിസംബറിൽ ആമസോൺ അവതരിപ്പിച്ച നോവ സീരീസ് ജനറേറ്റീവ് AI മോഡലുകളുടെ ഭാഗമായി വരാനിരിക്കുന്ന AI മോഡൽ ഈ വർഷം ജൂണിലാവും പുറത്തിറക്കുക. സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു AI മാതൃകയാണിത്.
ഒന്നിലധികം പരിഹാരങ്ങൾ പരീക്ഷിച്ചും ചിന്തിച്ചതിനും ശേഷം കൂടുതൽ സങ്കീർണമായ ഔട്ട്പുട്ടുകൾക്കൊപ്പം വേഗത്തിലുള്ള ഉത്തരങ്ങളും നൽകാൻ എഐക്ക് സാധിക്കും. എഐ ഗവേഷകനായ രോഹിത് പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള ആമസോണിന്റെ AGI ഡിവിഷനാണ് പുതിയ AI റീസണിംഗ് മോഡൽ നിർമ്മിക്കാനുള്ള ചുമതല. AI മോഡലിന്റെ കോഡിംഗ്, ഗണിത കഴിവുകൾ പരീക്ഷിക്കുന്നതിനായുള്ള രൂപകൽപ്പന ചെയ്തിരിക്കുന്ന SWE, ബെർക്ക്ലി ഫംഗ്ഷൻ കോളിംഗ് ലീഡർ ബോർഡ്, AIME തുടങ്ങിയവയോട് മത്സരിച്ച് മികച്ച പേരെടുക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നതെന്നും റിപ്പോർട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.